കുറച്ച് ആയുർവേദ മെഡിസിനൽ പ്ലാന്റ്സ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുവാണ്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഞാനിത് എടുത്തേക്കുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാനിത് ട്രൈ ചെയ്യുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് അവൻ്റെ മേല് മുഴുവൻ ചെറിയ പൊരി പോലെ വരും, ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ട് സ്കിൻ കംപ്ലീറ്റ് ആയിട്ടൊരു ശരിക്കും ഒരു ഡാർക്ക് കളറാകും, സ്കിൻ കോംപ്ലക്ഷൻ തന്നെ കംപ്ലീറ്റ് മാറി ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പല യൂട്യൂബ് ചാനലും പല ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ സജഷൻസും അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൂട്ട് തയ്യാറാക്കിയത്. ഓയിൽ സെറ്റ് ചെയ്തു, തൂക്കാൻ തുടങ്ങി ഒരു 3-ാമത്തെ ദിവസം തന്നെ കുഞ്ഞിൻ്റെ ഇറിറ്റേഷൻസ് ഒക്കെ അങ്ങ് മാറി, സ്കിൻ കോംപ്ലക്ഷൻ നന്നായിട്ട് വ്യത്യാസം വന്നു, സ്കിൻ കളറ് വ്യത്യാസം വന്നു. പിന്നീട് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കറുത്ത പാടും അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെ സ്കിന്നിൻ്റെ പുറത്തൊരു ഡാർക്ക് സ്പോട്ട് വരുന്നു അതെല്ലാം നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പം മാറുന്നതായിട്ട് എനിക്ക് ഫീലായി. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്കും സ്റ്റുഡൻസിനും ഒക്കെ നല്ല റിസൾട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ രാമച്ചം, പിന്നെ ജഡാമഞ്ചി, പിന്നെ നമ്മുടെ മഞ്ചിഷ്ട, ദേവതാരു, അതുപോലെ തന്നെ കച്ചോല, പിന്നെ കോലരക്ക്. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നാഗപ്പൂവ്, കരിഞ്ജീരകം, ചന്ദനം നമുക്ക് പ്യൂറായിട്ടുള്ളത്, സാൻഡൽ നമുക്കറിയാം അവൈലബിലിറ്റി കുറവാണ്, ഞാനുകൊണ്ട് സാൻഡൽ പൗഡറാണ് എടുത്തേക്കുന്നത്. സാൻഡൽ പൗഡർ, അതുപോലെ തന്നെ രക്തചന്ദനത്തിൻ്റെ പൗഡർ, പിന്നെ നല്ലൊരു മണം കിട്ടാൻ ഞാൻ വേറൊരു പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേമ്പട്ട. നിങ്ങൾക്കിതിൻ്റെ എല്ലാം യൂസ്, ഈ ഓരോ ആയുർവേദ ഈ ഹെർബ്സിൻ്റെയും യൂസ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സ്കിന്നിലുള്ള ഇറിറ്റേഷൻസും സ്കിന്നിന് കുറച്ചുകൂടെ സ്കിൻ കോംപ്ലക്ഷൻ ബെസ്റ്റ് ആകാനായിട്ടും അതിൻ്റെ കളർ ടോൺ വ്യത്യാസം വരുത്താനായിട്ടും അങ്ങനെ എല്ലാം സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് എന്ന് പറയുന്നത് റിച്ച് വൈറ്റമിൻ എ ആണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മുടെ ക്യാരറ്റ് കൊണ്ടുവന്ന് തരും. പിന്നെ ഓറഞ്ചാണ്. ആക്ച്വലി ഞാനിത് ഓറഞ്ച് അരച്ചതിൻ്റെ നീരെടുത്തതിന് ശേഷമാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ശരിക്കും ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് വാട്ടി അതുപോലെ അതിന് ശേഷം അത് അരച്ച് നീരെടുത്തേക്കുന്ന ആട്ടോ ഇത് ചെയ്തതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ എന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 18 ഔഷധ കൂട്ടുകൾ ചേർത്താണ് നമ്മുടെ നാളികേര പാലിലാണ് ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കുന്നത്. ഇത്രയധികം ഔഷധക്കൂട്ട് ഉപയോഗിച്ച് നമ്മൾ എണ്ണ കാച്ചിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആൻറ്റി ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കുളിക്കുന്നതിനൊരു 15 മിനിറ്റ് മുമ്പ് ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിച്ച് അതിന് ശേഷം കുളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നും അതുപോലെ തന്നെ നമുക്കിതൊരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി മുതിർന്നവർക്ക് വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ശരീരം കരുവാളിച്ചു ഇല്ലെങ്കിൽ കണ്ണിന് താഴെ കറുപ്പ് നിറം, പെടലിയിൽ കറുപ്പ് നിറം, അങ്ങനെ ശരീരത്തിൽ എവിടെ ആ ഒരു ടാൻ ഉണ്ടെങ്കിലും ആഴ്ചയിൽ 3 ദിവസം കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് ശരീരം മുഴുവൻ ഈ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകുകയും ചെയ്യും, അതുപോലെ തന്നെ ടാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ പാകമായിട്ടുണ്ട്. ഇതിൻ്റെ കളറും മണവും തന്നെ ഇത് സെറ്റായി എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പം തണുത്തതിന് ശേഷം കുപ്പിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാട്ടോ.